കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അവൾ അനുഭവിക്കുന്നതൊക്കെ ആർക്കറിയാം? അമ്മേ, നീ എന്റെ വയറ്റിൽ പിറന്ന മോനാണെന്ന് പറയാൻ എനിക്ക് എന്ത് അഭിമാനാണെന്നറിയോ? അതുപോലെ എന്റെ സ്വന്തം മോളായ അവളെ അടുത്ത് നിന്ന് സ്നേഹിക്കാൻ കഴിയാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. പറ മോനെ, ഈ വിഷമം ഞാൻ ആരോടാ ചെന്ന് പറയേണ്ടത്? मधुरापुरी सदना मृदुवदना मधुसूदन इह स्वागतं कृष्ण चरणागतं कृष्ण मधुरापुरी सदना मृदुवदना मधुसूदन इह स्वागतं कृष्ण शरणागतं कृष्ण ഗ്രാമത്തിലെ പെൺകുട്ടികൾക്ക് എത്ര ഭംഗിയുണ്ടാവോ? ഇപ്പൊ ഭവാനിയെ കാണാൻ അതുപോലെയുണ്ട്. ഒരുപക്ഷെ ലക്ഷ്മി ദേവിയെ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ അത് ഭവാനിയെ പോലെ ഇരുന്നേനെ. ഒറ്റില് പാലൊഴിക്കാൻ പറഞ്ഞു, ഒഴിച്ചു. തുളസിത്തറയിൽ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു, അതും ചെയ്തു. ഇനി ഇതിൽ കൂടുതൽ വേറൊന്നുമില്ലല്ലോ. എല്ലാം കഴിഞ്ഞെന്ന് വിചാരിക്കണ്ട. ഇന്ന് കാർത്തിക പൗർണമിയാ. സന്ധ്യയാകുമ്പോ 365 വിളക്കുകളും കത്തിച്ച് വെള്ളത്തിൽ ഒഴുക്കണം. എന്താ മുത്തശ്ശി, 365 ദീപങ്ങളോ? അത്രയും ദീപം ഒഴുക്കുമ്പോഴേക്കും ഞാനൊരു വഴിയാവും. എന്നെ കൊണ്ടിത് പറ്റില്ല. എന്നെ വെറുതെ വിട്ടേക്ക്. ഞാൻ തൊഴുതു പറയാൻ എനിക്ക് വയ്യ.
365 വിളക്കുകളല്ല മോളെ, പിന്നെ 365 വിളക്കിന് സമമായിട്ടുള്ള ഒരു വിളക്ക്. അയ്യോ എന്റെ അമ്മ, രക്ഷപ്പെട്ടു. അതെ മുത്തശ്ശി, ഈ 365 ദീപങ്ങളെയും എങ്ങനെയാ ഒറ്റ വിളക്കിൽ കത്തിക്കാൻ സാധിക്കുക? അതെ, ഈ ഒരു ദിവസം വിളക്ക് കത്തിച്ച ഒരു വർഷം വിളക്ക് കത്തിച്ചതുപോലെയാ. അതുകൊണ്ടാ 365 വിളക്കിന് തുല്യമാണെന്ന് പറയുന്നത്. ഇപ്പൊ അങ്ങനെ ആരാ വിളക്കൊക്കെ കത്തിക്കുന്നേ? എല്ലാരും ഉപവാസം മാത്രമാ എടുക്കുന്നത്. എന്റെ ചെറുപ്പകാലത്തൊക്കെ കാർത്തിക പൗർണമിയുടെ അന്ന് കൈലാസത്തിൽ നിന്ന് ശിവൻ നേരിട്ട് ഭൂമിയിൽ വന്ന് ക്ഷേത്രത്തിൽ നൃത്തം ചെയ്യും. ക്ഷേത്രത്തിൽ നിന്ന് ശബ്ദമൊക്കെ പുറത്തു വരുമെന്നും അതുപോലെ ക്ഷേത്രം നിന്ന് കത്തി ചൊലിക്കുമെന്നും ഒക്കെ കേട്ടിട്ടുണ്ട്. ആ വെളിച്ചം കാണുന്നതിന് വേണ്ടി ക്ഷേത്രത്തിന്റെ ചുറ്റും ഒരുപാട് ആളുകൾ വന്ന് നിറഞ്ഞുകൂടും. ശരി ശരി, പൂജ കഴിഞ്ഞില്ലേ? വന്ന് ആഹാരം കഴിക്കാം. ഭവാനി, എന്താ ചിന്തിക്കുന്നേ? മുത്തശ്ശി പറഞ്ഞതൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. സരീന, അതൊക്കെ കാണണമെങ്കിൽ കാർത്തിക പൗർണമിയായ ഇന്ന് നമ്മള് ആ ക്ഷേത്രത്തിലേക്ക് പോയിരിക്കണം. ഗ്രാമവാസികൾക്കുള്ള അറിയിപ്പ് എന്തെന്നാൽ, ഇന്ന് പൗർണമി ആയതുകൊണ്ട് നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ ആരും വീട് വിട്ട് പുറത്തിറങ്ങരുത്. അങ്ങനെ പുറത്തിറങ്ങിയാൽ അത് ആപത്താണെന്ന് അറിയിച്ചുകൊള്ളുന്നു. ക്ഷേത്രത്തിൽ വിളക്ക് വെച്ചു കഴിഞ്ഞ് എത്രയും വേഗം വീട്ടിൽ കയറണമെന്ന് അറിയിക്കുന്നു. എന്താ എല്ലാരും സൈലന്റ് ആയിരിക്കുന്നേ? ഔഷധ സസ്യങ്ങൾക്ക് വേണ്ടി കാർത്തിക പൗർണമി നാളിൽ പോകുന്ന എന്തിനാ മാഡം? Any reason particularly about the day? യെസ്, മനുഷ്യൻ തന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് അവരുടെ കയ്യിലുള്ള ടെക്നോളജി പ്രയോജനപ്പെടുത്തി എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു, എന്തെല്ലാം പുതുതായി നിർമ്മിക്കുന്നു. നടക്കാനായി ചപ്പൽസ്, കുക്ക് ചെയ്യാനായിട്ട് പാത്രങ്ങൾ, ധരിക്കാനായി വസ്ത്രങ്ങൾ ഉൾപ്പെടെ എന്തെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ചെറിയൊരു സൂചി മുതൽ ഇപ്പൊ ഗണ്ണ് വരെ, എഴുതുന്ന പേപ്പർ മുതൽ പറക്കുന്ന പ്ലെയിൻ വരെ, തലമുടിയിൽ വെക്കുന്ന ഹെയർ ക്ലിപ്പ് മുതൽ സമുദ്രത്തിലൂടെ പോകുന്ന അതിവേഗമുള്ള ഷിപ്പ് വരെ, ഇവിടെയുള്ള പപ്പടം മുതൽ ബഹിരാകാശത്തുള്ള സാറ്റലൈറ്റ് വരെ മനുഷ്യൻ എന്തെല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നു, റൈറ്റ്? Yes, madam. ഇത്രയെല്ലാം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച മനുഷ്യന് പ്രകൃതിയില്ലാതെ ജീവിക്കാനാവോ? That is the power of nature. മനുഷ്യൻ ജനിക്കുന്നത് മുതൽ പ്രകൃതിയോട് ഇണങ്ങിയാണ് ജീവിക്കുന്നത്. പ്രകൃതി വൈവിധ്യങ്ങളെ അന്വേഷിക്കുന്നു. അതിനെപ്പറ്റിയുള്ള റിസർച്ച് വീണ്ടും വീണ്ടും നടക്കുന്നു. എത്രയൊക്കെ റിസർച്ച് ചെയ്താലും മനുഷ്യനറിയാത്ത ഒരുപാട് ശക്തികളും നിഗൂഢമായ രഹസ്യങ്ങളും പ്രകൃതിയിൽ ഇനിയും ഒളിഞ്ഞിരിപ്പുണ്ട്. Nature have so many unusual, unexpected, unbelievable, unlimited powers and secrets. ബയോളജിക്കലി പ്രകൃതിയെ പറ്റി മനുഷ്യൻ എന്തൊക്കെ അറിഞ്ഞാലും എല്ലാ കാര്യത്തിനും ആക്ടിവിറ്റി ഓഫ് പ്ലാന്റ്സ്, അങ്ങനെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഔഷധ സസ്യങ്ങളിൽ മിക്ക സസ്യങ്ങളും തന്നെ ചന്ദ്രന്റെ പ്രകാശം പതിക്കുമ്പോഴാണ് ശക്തി പ്രാപിക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ, പൗർണമി ദിവസം ചന്ദ്രന്റെ പ്രകാശം പതിക്കുകയാണെങ്കിൽ അവയിൽ നിന്നൊരു ദ്രാവകം പുറത്തു വരും. ഇതിനെയാണ് ആംബ്രോസിയ എന്ന് പറയുന്നത്. പൗർണമി ദിവസത്തെ വെളിച്ചം പതിക്കുമ്പോൾ
ആ സസ്യങ്ങൾക്ക് അത്ഭുതമായ ശക്തികൾ ലഭിക്കും. ആ ശക്തികളുള്ള ഒരുപാട് സസ്യങ്ങൾ നാഗപുരത്ത് ഒരുപാടുണ്ട്. ശരിയാണോ മാഡം? യെസ്. ആ നാഗപുരത്ത് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അതെന്താണ് മാഡം? കാർത്തിക പൗർണമി നാളിൽ മറ്റ് സ്ഥലങ്ങളിൽ പതിക്കുന്ന പൗർണമി വെളിച്ചത്തെക്കാളേറെ നാഗപുരത്തുള്ള ക്ഷേത്രത്തിന് മുകളിൽ പതിക്കുന്ന വെളിച്ചം 100 മടങ്ങ് ശക്തിയുള്ളതായിരിക്കും. It's an unbelievable, wondrous miracle of Nagapuram. So guys, I want to go there and catch that. Okay, madam. നിന്റെ വീട്ടിലെ സ്ത്രീ രൂപത്തിലുള്ള ആ നാഗം ആരാണെന്ന് കണ്ടുപിടിക്കൂ. ഈ വീട്ടില് മനുഷ്യരൂപത്തിലിരിക്കുന്ന പാമ്പിനെ ഞാൻ എങ്ങനെയാ കണ്ടുപിടിക്കാൻ പോണത് എന്റെ ഈശ്വര? എന്താ നിങ്ങളിങ്ങനെ? കിച്ചണിൽ കുറച്ച് നല്ല തേനുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാ. വേണ്ടേ? ആ ശരി. ഇവളെന്താ ഈ കാണിക്കുന്നത്? പാമ്പിനെ പോലെ നാക്ക് വെളിയിട്ട് കറക്കുന്നുണ്ടല്ലോ അവള്. ഇനി ചിലപ്പോ ഇവളായിരിക്കോ എന്റെ ഭാര്യ ആയിരിക്കും ആ പാമ്പ്. ഈശ്വര, എടീ നീ എന്തിനടി നാക്ക് വെളിയിട്ട് കറക്കണത്? എന്തിനാ എപ്പോ നോക്കിയാലും ഇങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ? എനിക്ക് ഇങ്ങനെ കഴിക്കുന്ന ഇഷ്ടം. നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാ. ഞാൻ പോവാ. ഇവള് പാമ്പാണാ മനുഷ്യനാണാന്ന് ഉടനെ തന്നെ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കോടി ഞാൻ. കഴുത്തിന് ഭയങ്കര വേദന. ഓഹ്, നല്ല വേദന ഉണ്ടല്ലോ. എന്റെ ദൈവമേ, അയ്യോ ദൈവമേ, ചിലപ്പോ എന്റെ അമ്മായി ആയിരിക്കും പാമ്പ്. എന്റെ അമ്മായിയാണോ പാമ്പ്, അതോ എന്റെ ഭാര്യയാണോ പാമ്പ്? ദൈവമേ, എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. അയ്യോ, കാലിലെന്തോ പറ്റിപ്പിടിച്ചല്ലോ.
ഇനിയിപ്പോ ചിലപ്പോ കൗസല്യായിരിക്കോ പാമ്പ്. എന്താണോ എന്തോ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. വീട്ടിൽ മനുഷ്യരൂപത്തിലൊരു പാമ്പിരിക്കുന്ന അവര് പറയുന്നു. ആരെ കണ്ടാലും പാമ്പിനെ പോലെ തന്നെ എനിക്ക് തോന്നുന്നു. ഇതിൽ ആരാണ് മനുഷ്യൻ, ആരാണ് എന്ത് കഷ്ടമാണിത്. ഞാനെന്തായി കാണുന്നേ? ദൈവമേ, ഒറ്റിലുള്ളതുപോലെ മുട്ടയും പാലും കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വീട്ടില് പാമ്പുണ്ടെന്നാണ് അർത്ഥം. ആ അമ്മ പറഞ്ഞത് സത്യമായിരിക്കും. ആ ക്ഷേത്രത്തെ സംരക്ഷിക്കുന്ന നാഗങ്ങളിൽ ഒരു നാഗം നാഗലോകത്തിലും മറ്റൊരു നാഗം നിന്റെ ഭവനത്തിലുമാണുള്ളത്. അപ്പൊ ആ പാമ്പ് ആരായിരിക്കും? ഉറപ്പായിട്ട് അത് കണ്ടുപിടിച്ച് തന്നെ ആകണം. ഈശ്വര, എന്താ ഇത്? പാല് വിഷം പോലെ മണക്കുന്നുണ്ടല്ലോ. ഉറപ്പായിട്ട് ഈ പാല് കുടിച്ചത് പാമ്പ് തന്നെ ആയിരിക്കും. പാമ്പ്. എച്ചിൽ പാത്രം എന്തിനാ അങ്ങ് കയ്യിൽ വെച്ചോണ്ട് നിൽക്കുന്നത്? ചിലപ്പോ എവളായിരിക്കോ കുടിച്ചത്. ആരോ കുടിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് പോയതാ. ഇങ്ങ് തന്നേക്ക്, ഞാനത് കഴുകി വെച്ചേക്കാം. എന്നെ ആർക്കും സംശയം വരാതെ നോക്കണം. ഈ പാത്രത്തിൽ നിന്നെന്താ ഇങ്ങനെ ഒരു മണം വരുന്നത്? അപ്പൊ നിനക്ക് മണം വരുന്നുണ്ടോ? അപ്പൊ ഈ പാല് കുടിച്ചത് മല്ലിയല്ല ഒരിക്കലും. പിന്നെ ആര് കുടിച്ചത്? ഉടനെ കണ്ടുപിടിക്കണം എനിക്ക്.